നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറാൻ USA-യിൽ തന്നെ വേൾഡ് കപ്പ് കളിക്കും എന്ന് ഇന്നലെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചല്ലോ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. അദ്ദേഹം അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് ഫിഫ ലോകത്തെ യുണൈറ്റ് ചെയ്യിക്കുകയാണ്, ഒരുമിച്ച് ചേർക്കുകയാണ്, ജനങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്നാണ്. അതായത് ഫിഫ പ്രസിഡൻ്റ് റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ജനങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് എന്നുകൂടി അദ്ദേഹം ആ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും US പ്രസിഡൻറ്റിനോട് ചോദിക്കുകയുണ്ടായി. കാരണം USA-യിലാണ് പ്രധാനമായിട്ടും കളി നടക്കുന്നതല്ലോ. ചോദിക്കുകയുണ്ടായി, ഇറാൻ ഇവിടെ കളിക്കുമെന്നാണല്ലോ ഇൻഫാന്റിനോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇൻഫാന്റിനോക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരിവിടെ വന്ന് കളിക്കും. പക്ഷേ ഹോണസ്റ്റ്ലി അവർക്ക് നല്ലൊരു ടീം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് ദേ ഹാവ് എ ഗുഡ് ടീം, ബട്ട് വി ഹാവ് ടു ലെറ്റ് ദം പ്ലേ. നമ്മളവരെ കളിക്കാൻ അനുവദിക്കണം. ഒരു ടീമൊക്കെ അത്ര നല്ലൊന്നും ആവില്ല, മോശമാവും. അത്ര നല്ല ടീം ഉണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അവർ കളിക്കട്ടെ എന്ന് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ വമ്പന്മാരാണ്. മാത്രമല്ല USA-യുടെ ടീം എത്ര നല്ലതെന്നാണോ പ്രസിഡന്റ് വിചാരിച്ചിരിക്കുന്നത്? USA-യുടെ ടീമിൻ്റെയും ഈ ഇറാൻ്റെ ടീമിൻ്റെയും ഫിഫ റാങ്കിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിലൊന്നും ഒരു വിവരവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളാണ് എല്ലായിടത്തും മികച്ചത് എന്ന ധാരണയിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് കരുതുന്നു. ഇപ്പം അദ്ദേഹത്തിന് സംസാരം വെച്ച അമേരിക്കയുടെ ടീമാണ് ലോകത്തിലെ നമ്പർ 1 വിചാരിക്കും. എടോ, ഫ്രാൻസാണ് നിലവിൽ നമ്പർ 1 ടീമുള്ളത്. രണ്ടാമത് സ്പെയിനാണ്. മൂന്നാമത് അർജൻറ്റീനയാണ്. ഇതാണ് നിലവിലെ ഫിഫ റാങ്കിങ്. കാരണം ഇപ്പോൾ ഫിഫ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ലൈവായിട്ട് അപ്ഡേഷൻ ആണല്ലോ. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ഇറാൻ 21ആണ്. ഫിഫ റാങ്കിൽ 21ാം സ്ഥാനത്തുള്ള ടീം ഇത്ര മോശമാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സൗത്ത് കൊറിയ ഏഷ്യൻ വമ്പന്മാരാണ്, അവർ 25ആണ്. അത് നമ്മൾ നോക്കണം. ഏഷ്യയിൽ നിന്നുള്ള ടീമുകളിൽ ഏറ്റവും 1ാം സ്ഥാനത്തുള്ള ജപ്പാനാണ് 18. ഏഷ്യയിൽ നിന്നുള്ള ടീമുകളിൽ 2ാമതാണ് ഇറാൻ 21. ഇനിയിപ്പോൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റാങ്കിങ് എത്രയാണ്? 16ആണ്. 16 21 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഔദാര്യമല്ല. ഫിഫയിൽ കളിച്ച് ജയിക്കുന്ന ടീമാണല്ലോ കളിക്കേണ്ടത്. ട്രംപിൻ്റെ എൻവോയ് പറഞ്ഞ പോലെ ഇറ്റലിയെ മുമ്പ് 4 വേൾഡ് കപ്പ് എടുത്തുകൊണ്ട് ഇറാനെ മാറ്റി ഇറ്റലിയെ കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ ദൂതനാണത് പറയുന്നത്, നോക്കണം. എന്നിട്ട് അതൊന്നും നടക്കില്ല എന്ന് ഫിഫ പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതിന് ആശ്വാസകരമാണ്. കാരണം ഫുട്ബോൾ കളിക്കേണ്ടത് ഗ്രൗണ്ടിലല്ലേ, അല്ലാതെ ഇങ്ങനെയുള്ള പ്രസ്താവനകളിലും മറ്റുമൊന്നും അല്ലല്ലോ. ഏതായാലും വേൾഡ് കപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല, 10-40 ദിവസങ്ങളേ ഉള്ളൂ. ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മെക്സിക്കോയിൽ വെച്ചിട്ട് ജൂൺ 11 രാത്രി ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഈ ടീമുകൾ ഇപ്പോൾ USA ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡിയിലാണ്. USA, പരാഗ്വേ, ഓസ്ട്രേലിയ, തുർക്കിയെ ടീമുകളാണ് ആ ഗ്രൂപ്പിലുള്ളത്. ഈ ഗ്രൂപ്പിൽ നിന്ന് USA റൗണ്ട് ഓഫ് 32ലേക്ക് എത്തൂല എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഈ വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റ് ഒരർത്ഥത്തിൽ കോമഡിയാണ്. 4 ടീമുകളുള്ളതിൽ 3 ടീമും അടുത്ത നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുന്ന രൂപത്തിലാണ് ഉള്ളത്. അതായത് ആകെയുള്ള 12 ഗ്രൂപ്പാണല്ലോ. അതിൽ 2 വീതം ടീമുകൾ വന്ന് 24 ടീമുകൾ അപ്പോൾ ആവുകയുള്ളൂ. റൗണ്ട് ഓഫ് 32 ആണ് വരുന്നത്. പിന്നെ 8 ടീമുകൾ 3ാം സ്ഥാനം, മികച്ച 8 3ാം സ്ഥാനക്കാരും കടക്കുമെന്ന് പറഞ്ഞാൽ 12 ഗ്രൂപ്പിൽ നിന്ന് 8 3ാം സ്ഥാനക്കാർ കടന്നാൽ മതിയല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 സ്ഥാനക്കാർ കയറുന്നതുകൊണ്ട് USA റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇറാനുള്ളത് ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എച്ചിലാണ്. ഗ്രൂപ്പ് ജിയിൽ, ഗ്രൂപ്പ് എച്ച് അല്ല, ഗ്രൂപ്പ് ജിയിൽ. അപ്പോൾ ഗ്രൂപ്പ് ജിയിൽ ഇപ്പോൾ ബെൽജിയം, ഈജിപ്ത് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിനേക്കാൾ എന്തായാലും മികച്ച ടീം ഇറാനുണ്ട്. ഇറാൻ റൗണ്ട് ഓഫ് 32ലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ലെറ്റ് ദം പ്ലേ. അവർക്ക് നല്ല ടീമുണ്ടെന്നൊന്നും കരുതുന്നില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോളുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കൂട്ടിയാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.